തണുത്തിട്ട് വയ്യ എൻ്റെ ഈശ്വര. ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. ഞങ്ങൾ നിൽക്കുന്നത് ഭയങ്കര തണുപ്പത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു സൈഡിലോട്ടുള്ള വാട്ടർ സപ്ലൈ അടയ്ക്കുകയാണ്. മുമ്പ് നമ്മൾ കണ്ട തുറക്കുമായിരുന്നു. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഒരു കാലത്ത് എവരുടെയും പ്രിയപ്പെട്ട ഹണിമൂൺ ലൊക്കേഷൻ, ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്ന നഗരം സിംല എന്ന ഹിമാലയൻ പട്ടണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഡൽഹിയിൽ നിന്നും സിംലയിലേക്കുള്ള വഴിയിൽ പൊറോട്ടയും പൂരി സബ്ജിയും ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചിട്ട് 8 മണിക്കൂറത്തെ ഡ്രൈവിംഗിന് ശേഷം ഉച്ച കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ സിംലയിൽ എത്തിച്ചേർന്നു. സിംലയിലെ മാൾ റോഡും ബ്രിഡ്ജുമാണ് ഇന്ന് നമ്മൾ സന്ദർശിക്കുന്നത്. സിംലയിൽ ഇപ്പോൾ തണുപ്പ് 4-നും 5 ഡിഗ്രിക്കും ഇടയിലാണ്. നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് ശരിക്കും കമ്പിളി വസ്ത്രങ്ങൾ ഇട്ടിട്ടാണ് പുറത്തിറങ്ങുന്നത്. ഭീംസെൻ താപ്പായിൽ നിന്നും 1815 ബ്രിട്ടീഷുകാർ സിംല പിടിച്ചടക്കിയത്. ബ്രിട്ടീഷുകാർക്ക് സിംലയിലെ കാലാവസ്ഥ ശരിക്കും ഇഷ്ടപ്പെട്ടു. വേനൽക്കാലത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ കൂട്ടമായി സിംലയിലേക്ക് വന്നു തുടങ്ങി. പിന്നീട് 1864 സിംലയെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായി ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് മാൾ റോഡിലും റിഡ്ജിലുമുള്ളത്. 1822 ആദ്യത്തെ പക്ക കൺസ്ട്രക്ഷൻ സിംലയിൽ തുടങ്ങിയത്. കെന്നഡി കോട്ടേജ് എന്നറിയപ്പെടുന്ന ആ ബിൽഡിംഗ് ഇപ്പോഴും വലിയ കേടുപാടുകൾ കൂടാതെ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. സിംല അങ്ങനെ ബ്രിട്ടീഷുകാരുടെ പാർട്ടി തലസ്ഥാനമായി മാറിയെന്നും വേണമെങ്കിൽ പറയാം. സിംലയിലെ തണുപ്പിൽ മാൾ റോഡിൽ നിന്നും വാങ്ങിയ ഫ്രഞ്ച് ഫ്രൈസിന് നല്ല രുചി. ഫ്രഞ്ച് ഫ്രൈസും കയ്യിലെടുത്തുകൊണ്ട് മാൾ റോഡിലൂടെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഭിത്തികളിൽ ഹിമാചൽ പ്രദേശിന്റെ സംസ്കാരം വിളിച്ചോതുന്ന മ്യൂറൽസും കണ്ടുകൊണ്ട് ഞങ്ങൾ പതുക്കെ മുന്നോട്ട് ചുവടുവെച്ചു. നടന്നു നടന്ന് നമ്മൾ ഗൈറ്റി തിയേറ്റർ എന്ന ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടത്തിന്റെ അടുത്തെത്തി. 1887 ഈ കെട്ടിടം ഇവിടെ നിലവിൽ വന്നത്. പല സിനിമകൾക്കും ഈ കെട്ടിടം വേദിയായിട്ടുണ്ട്. ഗൈറ്റി തിയേറ്ററിന്റെ ഒരു വശത്ത് ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഹിമാചലി സ്റ്റൈലിലുള്ള തൊപ്പികളും തുണികളുമൊക്കെയാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. കൈകൾ കൊണ്ട് ഉണ്ടാക്കിയ കൈത്തറി വസ്ത്രങ്ങളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതിൽ പലതും. തണുപ്പ് കാലത്താണ് കമ്പിളി വസ്ത്രങ്ങൾ കൂടുതലും നെയ്യുന്നത്. തണുപ്പകറ്റാനും വിരസത മാറ്റാനുമൊക്കെ കമ്പിളി നെയ്ത്ത് ഇവരെ സഹായിക്കുന്നു. ഹിമാചൽ പ്രദേശിലെ കമ്പിളി വസ്ത്രങ്ങൾക്ക്, പ്രത്യേകിച്ചും ഷോളുകൾക്കും മറ്റും പുറം രാജ്യങ്ങളിലും നല്ല ഡിമാൻഡാണ്. അതുകൊണ്ട് തന്നെ ധാരാളം എക്സ്പോർട്ടും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഗൈറ്റി തിയേറ്ററിനോട് ചേർന്ന് തന്നെയാണ് സിംലയുടെ മുനിസിപ്പാലിറ്റി ബിൽഡിങ്ങും ടൗൺ ഹാളും സ്ഥിതി ചെയ്യുന്നത്. 1910 ഈ ബിൽഡിംഗ് നിലവിൽ വന്നത്. മാൾ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബിൽഡിംഗ് പരിസരം ടൂറിസ്റ്റുകളുടെ പ്രിയപ്പെട്ട ലൊക്കേഷനാണ്.
മുനിസിപ്പൽ ബിൽഡിങ്ങിൻ്റെ വിശാലമായ പടികളിൽ ഇരുന്നു കൊണ്ട് മാൾ റോഡിൻ്റെ കാഴ്ചകൾ കാണാനും കൂട്ടുകാരുമായി കുശലം പറയാനുമൊക്കെ ആൾക്കാർ ഇവിടെ പതിവായി കൂടാറുണ്ട്. ടൗൺ ഹാളിലേക്കുള്ള പ്രവേശന കവാടത്തിൽ സിംലയുടെ ചരിത്രം വിളിച്ചു പറയുന്ന കുറേ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ടൗൺ ഹാൾ ബിൽഡിങ്ങും അതിൻ്റെ പരിസരങ്ങളുമൊക്കെ നമ്മളേതോ യൂറോപ്യൻ പട്ടണത്തിലെത്തിയ ഒരു പ്രതീതി ഉണ്ടാക്കുന്നു. ടൗൺ ഹാൾ ബിൽഡിങ്ങിൻ്റെ വശത്തുള്ള പടികൾ കയറി നമുക്ക് റിഡ്ജിലേക്ക് എത്താം. റിഡ്ജിൽ നിന്നും മുന്നോട്ട് കുറച്ച് നടന്നാൽ ഇരുവശവും പഴമയുടെ തിളക്കമുള്ള കെട്ടിടങ്ങളാണ്. സിംലയുടെ പോസ്റ്റ് ഓഫീസിലേക്കുള്ള വഴിയിലാണ് നമ്മളിപ്പോൾ. 1883 ഈ കെട്ടിടം ഇവിടെ നിലവിൽ വന്നത്. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ഇപ്പോൾ റിനോവേഷൻ സ്റ്റേജിലാണ്. സിംലയിൽ വരുന്ന ടൂറിസ്റ്റുകൾ പലരും ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള ഇല്ലൻ്റുകളും കവറുകളും വാങ്ങി തങ്ങളുടെ മേൽവിലാസക്കാരുടെ അഡ്രസ്സിൽ എഴുത്തെഴുതി പോസ്റ്റ് ചെയ്യാറുണ്ട്. സിംലയിലെ ടൗൺ ലൈബ്രറി ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. തൊട്ടപ്പുറത്താണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. പോലീസിനെ കണ്ടില്ലേ, പ്രത്യേക രീതിയിലുള്ള തലപ്പാവൊക്കെ ധരിച്ചാണ് പോലീസുകാരൻ്റെ നിൽപ്പ്. അതും ഈ സ്ഥലത്തിൻ്റെ സൗന്ദര്യത്തിന് ഒരു ഭംഗി കൂട്ടുന്നുണ്ട്. നമ്മളങ്ങനെ മാൾ റോഡിലൂടെയുള്ള നടത്തം തുടരുകയാണ്. ഇത് ലാലാ ലാജ്പത് റായിയുടെ പ്രതിമയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ച ലാലാ ലാജ്പത് റായി. ഇദ്ദേഹത്തിൻ്റെ പ്രതിമ ലാഹോറിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ് 1948 ഓഗസ്റ്റ് 15. ഏതാണ്ട് 225 വർഷത്തെ ചരിത്രം പറയാനുണ്ട് ഇന്നത്തെ സിംലയ്ക്ക്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ധാരാളം ചെറുപ്പക്കാരായ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് സിംല സന്ദർശിക്കാറുണ്ടായിരുന്നു. അവരുടെ പിറകെ തങ്ങളുടെ പെൺമക്കൾക്ക് ചേരുന്ന പുരുഷന്മാരെ തേടി ബ്രിട്ടീഷ് സ്ത്രീകളും ഇവിടുത്തെ പാർട്ടികളിലും വിരുന്നുകളിലും പങ്കെടുത്തിരുന്നു. സിംലയുടെ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും ഓഫീസ് ഈ മുനിസിപ്പൽ ബിൽഡിങ്ങിൽ തന്നെയാണ്. അവിടെ പേരുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ പൗരാണിക ഭാവം പേർന്ന നിർമ്മിതികളാണ് മാൾ റോഡിലുള്ളത്. കാണുന്ന റിഡ്ജ് റോഡാണ് സിംലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രം.
റിഡ്ജ് റോഡും ഇതാ അങ്ങ് ദൂരെ കാണുന്ന ക്രൈസ്റ്റ് ചർച്ചും ഇല്ലാതെ ഒരു സിംല വിസിറ്റും പൂർത്തിയാകുന്നില്ല. സിംലയിലെ റിഡ്ജിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളായ ക്രൈസ്റ്റ് ചർച്ചിലേക്കാണ്. റിഡ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതിയായ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 1848 ക്രൈസ്റ്റ് ചർച്ചിൻ്റെ പണി ആരംഭിച്ചത്. 1857 ഇതിൻ്റെ പണി പൂർത്തീകരിച്ചു. 50,000 രൂപ കൊണ്ടാണ് ഈ ചർച്ച് പണിതത്. ചർച്ചിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഈ ബിൽഡിങ് ഇവിടുത്തെ ലൈബ്രറിയാണ്. ലൈബ്രറിയുടെ വേറെ വിങ് ലക്കഡ് ബസാർ എന്ന് പറയുന്ന സ്ഥലത്തും ഉണ്ട്. അത് നമുക്ക് കാണാം. പിന്നെ ഇതാ ക്രൈസ്റ്റ് ചർച്ചിൽ ഇപ്പോഴും എല്ലാ സൺഡേയിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും സർവീസ് നടക്കാറുണ്ട്. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ കീഴിലാണ് ഈ ചർച്ച് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന പോഡിയത്തിൽ നിന്നുമാണ് ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ ഈ പബ്ലിക് മീറ്റിങ്ങിൽ ഈ റിഡ്ജിൽ വെച്ച് നടക്കുന്ന മീറ്റിങ്ങിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ റിഡ്ജിൽ 45 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 100-150 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ പണിത ഈ വാട്ടർ ടാങ്ക് ഇപ്പോഴും സിംലയിലെ ജനങ്ങളുടെ ജലത്തിൻ്റെ ആവശ്യം നിറവേറ്റുന്ന വാട്ടർ ടാങ്കാണ്. ക്രൈസ്റ്റ് ചർച്ചിന്റെ മുകളിൽ കാണുന്ന ക്ലോക്ക് 1860 സ്ഥാപിച്ചതാണ്. ഈ ചർച്ചിൽ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പ് ഓർഗൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൈപ്പ് ഓർഗനാണ്. വൈകുന്നേരമായപ്പോഴേക്കും റിഡ്ജിൽ ജനം പെരുകിക്കൊണ്ടിരുന്നു. സന്ധ്യാസമയത്ത് റിഡ്ജിലെ കാഴ്ചകൾക്ക് ഒന്നുകൂടെ ഭംഗി കൂടുന്നു. പള്ളിയുടെ മുൻപിൽ നിന്നും ഫോട്ടോ എടുക്കാനും റിഡ്ജിൽ നിന്നും സൂര്യാസ്തമയം കാണാനുമുള്ള തിരക്കാണിത്. നേരത്തെയൊക്കെ ക്രൈസ്റ്റ് ചർച്ച് സന്ദർശിച്ചപ്പോൾ ക്യാമറ ഉള്ളിൽ അനുവദിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉള്ളിൽ ക്യാമറ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് കുറെ ദൃശ്യങ്ങൾ പകർത്താമെന്ന് തീരുമാനിച്ചു. പള്ളിയുടെ അൾത്താരയ്ക്ക് പിന്നിലുള്ള ഗ്ലാസിൽ ചിത്രരചന നിർവഹിച്ചിരിക്കുന്നത് പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന റുഡ്യാർഡ് കിപ്ലിംഗിന്റെ പിതാവായിരുന്ന ലോക്ക്വുഡ് കിപ്ലിംഗ് ആയിരുന്നു. പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയാൽ അങ്ങ് ദൂരെ കാണുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിത ഏതോ ഒരു കെട്ടിടമാണ്. മറ്റൊരു വശത്ത് ആ കാണുന്നതാണ് പ്രശസ്തമായ ജാക്കു ടെമ്പിളിലെ ഹനുമാൻ പ്രതിമ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ അമ്പലം മാത്രമായിരുന്നു ബ്രിട്ടീഷുകാർ സിംലയിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരേ ഒരു പക്ക കൺസ്ട്രക്ഷൻ. റിഡ്ജിന്റെ ഒരു വശത്ത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കുതിരകളെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. നല്ല വെളുത്ത അഴകുള്ള കുതിരകൾ. കുതിരകളെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ 2 സഹൃദരായ സിംലക്കാർ ക്യാമറയുടെ മുന്നിൽ വന്ന് ചാടി. അവർ കുറെ നേരം എന്നോട് സിംല എന്ന ഈ നഗരത്തെ പറ്റി വാചാലരായി. Well, ladies and gentlemen, my name is Vijay Sharma and I am a resident of Simla. And this is the place which is called Ridge. It is interesting to see that the whole of the water, it is down there is a big water tank and so where the water... Inside here, beneath this there is a water tank. Yes. The capacity is almost 45 lakhs or something. Yes, it has a huge capacity and it fulfills the needs of water supply of all the residents of Simla. So water is stored here, it is pumped to all the localities and colonies of Simla from this area. And this was of course built during the British rule.
So still now the water is supplied from this. yes, it is still functional and it is very effective also. Although they are starting new pipelines and new possibilities they are looking for, but still this is the the reason, like it was built and it is the heart of that water supply scheme. So this is. Hello, good evening. My name is Shwindar Singh and I am presently working as an advocate in the HP High Court since last 15 years. I will tell you about the restaurants. If you come to Shimla, then you must visit Indian Coffee House. Especially you should taste their sambar vada and idli vada and uttapam, and the waiter and the dresses of the waiters. And in the middle there is middle bazaar. There is Sharmaji, and there Chola Bhatura and Tikki is very famous. They are the third generation of that Sitaram. And if you go towards Lakkad Bazaar, then you must visit Sitaram's. You must eat his Chola Bhatura, Tikki. It's a very famous shop also. And there is Tirupati restaurant also, and here is Ashiana restaurant you can see. And if you want yes, You're an advocate, huh? yes. Thank you, sir. Okay. हम आपका देखेंगे हाँ। इसको डालना थोड़ा एडिट करके जैसे भी। हाँ ठीक है edit करके ना. चलो സിംലക്കാരോട് സംസാരിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതാ ഇവിടെ ഒരാൾ ഒരു ലിവർ വെച്ചിട്ട് എന്തോ കറക്കുന്നത് കണ്ടു. ബ്രിഡ്ജിന്റെ അടിയിലുള്ള വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം പുറത്തേക്ക് തുറന്നു വിടുകയാണ് ഇയാൾ. ഇതിൻ്റെ അടിയിൽ 45 ലക്ഷം ലിറ്റർ കൊള്ളുന്ന വലിയ വാട്ടർ ടാങ്ക്, ഓൾമോസ്റ്റ് 100 വർഷത്തിൽ കൂടുതലായി വാട്ടർ ടാങ്ക് പണിതിട്ട്. ഇപ്പോഴും അത് വർക്കിംഗ് ആണ്. സിംലയിലെ എല്ലാവർക്കും വേണ്ട വെള്ളം ഇവിടെ നിന്നാണ് പോകുന്നത്. അച്ഛാ, ഇവിടെ ഒരു സൈഡിലോട്ടുള്ള വാട്ടർ സപ്ലൈ അടയ്ക്കുകയാണ്. മുമ്പ് നമ്മൾ കണ്ട തുറക്കുമായിരുന്നു. ഇപ്പം എന്താ വേറെ സൈഡിലോട്ടുള്ള വാട്ടർ സപ്ലൈ അത് അതിൻ്റെ പൈപ്പ് അടയ്ക്കുകയാണ് അവിടെ. റിഡ്ജിൽ നിന്നും സൺസെറ്റ് കണ്ടിട്ട് ഹോട്ടലിലേക്ക് പോകാമെന്ന് കരുതി ഞങ്ങൾ റിഡ്ജിന്റെ മൂലയ്ക്കുള്ള പോഡിയത്തിലേക്ക് പോവുകയാണ്. ഹിമാചലിൽ എല്ലാ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളും നടക്കുന്നത് റിഡ്ജിൽ വെച്ചാണ്. റിഡ്ജിൽ വാട്ടർ ടാങ്ക് ഉള്ള ഭാഗത്ത് ഇപ്പോൾ VIP വാഹനങ്ങളല്ലാതെ വേറൊരു വാഹനവും അനുവദിക്കാറില്ല. പോഡിയത്തിൽ നിന്നും താഴോട്ട് നോക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ പ്രതിമ റിഡ്ജിലെ കാഴ്ചകൾ കണ്ട് അങ്ങനെ നിൽക്കുന്നതായി തോന്നും. മഴമേഘങ്ങൾ വന്ന് മൂടിയത് കൊണ്ട് സൺസെറ്റ് കാത്തു നിന്നവർക്കെല്ലാം നിരാശയായിരുന്നു ഫലം. തണുപ്പ് ശരിക്കും കൂടിയിരിക്കുന്നു. ഞങ്ങൾ താഴെയാകി ഹിമാചൽ പ്രദേശിന്റെ പ്രിയ ഭക്ഷണമായ സിദ്ധു കഴിക്കാൻ വേണ്ടി ഒരു കടയിലേക്ക് കയറി. നല്ല തണുപ്പുള്ളത് കൊണ്ട് ഈ ചൂടുള്ള വസ്തുക്കൾക്കൊക്കെ നല്ല പ്രിയമാണ്. കണ്ടില്ലേ, ഇവിടെ പോപ്കോണും ഗുലാബ് ജാമുനും അതുപോലെ മോമോസും ഉണ്ട്. പിന്നെ സിദ്ധുവാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. റിഡ്ജിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ കൂടാതെ ഹിമാചൽ പ്രദേശിന്റെ ഫൗണ്ടറായി അറിയപ്പെടുന്ന ഡോക്ടർ YS പർമാർ, പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ച ലാലാ ലജ്പത് റായിയുടെ പ്രതിമ, 1963 യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച ദൗലത് സിംഗ് എന്ന സൈനികന്റെ പ്രതിമ, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെയും ഇന്ദിരാ പ്രിയദർശനയുടെയും പ്രതിമകളും റിഡ്ജിൽ സ്ഥാപിച്ചിട്ടുണ്ട്. റിഡ്ജിന്റെ ഒരു വശത്ത് കരകൗശല വസ്തുക്കളുടെ കച്ചവടം തകൃതിയായി നടക്കുന്നു. കൈകൊണ്ടും ചെറിയ മെഷീനുകളിലൊക്കെ ഉണ്ടാക്കിയ വസ്തുക്കളാണ് ഇവയിൽ പലതും. റിഡ്ജിലെ കാഴ്ചകൾ മനം കുളിർക്കെ കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് മടങ്ങുകയാണ്. നല്ല തണുപ്പ്
ഞങ്ങളെ മൂടിക്കൊണ്ടിരുന്നു. ഇനിയും കുറേയേറെ ദൂരം സന്ദർശിക്കണം ഹോട്ടലിലെത്തുവാൻ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ദിസ് ഈസ് ബെൻസൺ സൈനിങ് ഓഫ് ഫ്രം ബെൻസൺസ് ട്രാവൽസ്. ബൈ ബൈ. ക്രൈസ്റ്റ് ചർച്ചിൻ്റെ മുന്നിൽ നിന്നും ഒരു സെൽഫി. എൻ്റെ ഇവിടെ മിനിയുണ്ട്. തണുത്തിട്ട് വയ്യ എൻ്റെ ഈശ്വര. ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. ഞങ്ങൾ നിൽക്കുന്നത് ഭയങ്കര തണുപ്പത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കാലാവസ്ഥ ശരിക്കും മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേനും ഭയങ്കര തണുപ്പ്. എന്നാലും സിംലയിലെ ഓരോ ഈവനിങ്ങിനും ഓരോ നല്ല ഭംഗിയാണ്. നല്ല കാർമേഘമുണ്ട്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അതെ അതെ. സൺസെറ്റ് മിസ്സായി. ചെയ്യണോ? അത് കുഴപ്പമില്ല. എന്താ ശരിയാ? ഓക്കെ എന്നാ ഇവിടെ പൊങ്ങിപ്പോയല്ലേ? കേട്ടോ തൊപ്പിയൊക്കെ കേട്ടെന്നാ അല്ലേ? ഓൺ ചെയ്തോ?